ജോജി പുടിപ്പാറ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? CPM-ലെ നേതാക്കളുടെ ശബ്ദരേഖ പുറത്തു വന്നിട്ടില്ല. CPM നേതാവ് പണം കൊടുത്തതിൻ്റെ തെളിവുകൾ നമ്മുടെ മുന്നിലില്ല. പക്ഷേ ആകെയുള്ളത് ഈ ജാഫർ മുസ്തഫയോട് പറഞ്ഞ കാര്യമാണ്. അതിനുശേഷം ആ പറഞ്ഞ അതേപടി കാര്യങ്ങൾ സംഭവിച്ചു എന്നതും വാസ്തവമാണ്. അത് ഇന്നിപ്പോൾ ജാഫർ നിഷേധിക്കുന്നുണ്ട്. അബദ്ധം പറ്റി എന്നാണുള്ള വിശദീകരണം. ഇത് അബദ്ധം പറ്റി എന്ന് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ? പക്ഷേ CPM പണം കൊടുത്തു എന്ന് എങ്ങനെ UDF-ലെ ഒരു ലീഗ് സ്വതന്ത്രനും UDF-ലെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും തമ്മിലുള്ള ശബ്ദ സംഭാഷണത്തിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരും? അരുൺ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമാണ്. അതായത് നേരിട്ട് CPM-നെ ഇതിൽ പ്രതിക്കൂട്ടിലാക്കാനുള്ള തെളിവുകളില്ല. പക്ഷെ നമ്മൾ ഈ ഗൂഢാലോചന കേസുകളിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള എന്താ പറയുക കോൺക്രീറ്റ് എവിഡൻസ് പലപ്പോഴും കിട്ടാറില്ല. മറിച്ച് അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയുകയും തീരുമാനിക്കുകയും ചെയ്യാൻ കഴിയുന്ന ചില സാഹചര്യങ്ങളാണ് ഇതിനകത്ത് പലപ്പോഴും നമ്മുടെ അഭ്യൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ സംശയത്തെ ശക്തിപ്പെടുത്തുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഡോക്ടർ അരുൺ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ. ഒന്ന്, ഈ പറയുന്ന ജാഫർ മുസ്തഫയായിട്ട് ഇങ്ങനെ ഒരു സംസാരം നടത്തിയിട്ടുണ്ട്. എനിക്ക് 2 ഓഫർ ഉണ്ട്. ഒന്ന്, വേണമെങ്കിൽ പ്രസിഡന്റ് ആവാം. 2, 50 ലക്ഷം വാങ്ങിയിട്ട് അവരുടെ കൂടെ നിൽക്കാം. ഇതിലേതാണ് അദ്ദേഹം ഓപ്റ്റ് ചെയ്യുന്നതെന്നൊന്നും കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നില്ല. നമ്മൾ കേട്ട ശബ്ദരേഖയിലില്ല. അതിനുശേഷം അദ്ദേഹം ഈ വോട്ട് ചെയ്യാൻ എത്തുന്നു. വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹത്തിന്റെ വോട്ട് അസാധുവാകുന്നു. അസാധു ആയത് ഒരു യാദൃച്ഛികത, ഒരു കോയിൻസിഡൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റൽ ഇൻസിഡൻസ് ആണെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും വന്നില്ല? അത് ന്യായമായൊരു ചോദ്യമാണല്ലോ. അപ്പൊ ഇത് കൂട്ടി വായിക്കുമ്പോൾ സംതിങ് റോങ് സംവെയർ, പൊരുത്തപ്പെടാത്ത എന്തൊക്കെയോ അതിനകത്തുണ്ട്. അദ്ദേഹം മുസ്തഫയായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഓഫർ ഉണ്ടെന്ന് പറയുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ വോട്ട് അസാധുവാകുന്നു. അസാധുവായതിന്റെ ഒരു ജാളിത അദ്ദേഹത്തിനുള്ളതായിട്ട് കണ്ടുമില്ല. അതിനുശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നുമില്ല. അപ്പൊ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹം വളരെ കൽപ്പിച്ചു കൂട്ടി ചില തീരുമാനങ്ങൾ എടുത്തു എന്ന് വേണം കരുതാൻ. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള അസംതൃപ്തി, അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനം വേണമെന്നോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം വേണമെന്നോ അങ്ങനെ ഒരു ബാർഗെയിനിങ് ഈ പറഞ്ഞ UDF-ആയിട്ട് അദ്ദേഹം നടത്തിയതായിട്ടും ചിത്രത്തിൽ എവിടെയും നമ്മൾ അറിയുന്നില്ല. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ അസംതൃപ്തിക്ക് കാരണം, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് അസ്വസ്ഥതയുള്ളതിന്റെ ഒരു സൂചനയും നമുക്ക് ലഭ്യമല്ല. അദ്ദേഹം അസംതൃപ്തനാണെന്നുള്ളതിന്റെ ഒരു തെളിവും നമ്മുടെ കയ്യിലില്ല. സംഭവിച്ചത് നോക്കുമ്പോൾ ഇത്രയാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ മുസ്തഫയായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഒരു ഓഫർ ഉണ്ട് എന്ന് പറയുന്നു. ആ ഓഫർ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം വ്യക്തമായി പറയുന്നില്ല. പക്ഷെ ആ സാമ്പത്തിക സുരക്ഷിതത്വം വലിയൊരു കാര്യമല്ലേ എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ചോദിക്കുന്നത് അതെ, അതൊരു വലിയ ഗൗരവമുള്ള കാര്യമാണ്. അദ്ദേഹം ആ പ്രലോഭനത്തിൽ, അതായത് ഒരു 50 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ ഒരു സാധാരണ ആളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓഫറാണ്. അത് CPM അങ്ങനെ ഒരു ഓഫർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാറ്റി നിർത്തുക. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വന്തം വായിൽ നിന്ന് അശ്വമുഖത്ത് നിന്ന് തന്നെയാണ് ഇത് കേൾക്കുന്നത്. എനിക്കിങ്ങനെ ഒരു ഓഫർ ഉണ്ട്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഓഫർ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ 50 ലക്ഷത്തിന്റെ ഓഫർ ഉണ്ട്, അതൊരു വലിയ തുകയല്ലേ, ജീവിതം സുരക്ഷിതമാകുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വല്ലാതെ പ്രലോഭിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഓഫർ അദ്ദേഹത്തെ വല്ലാതെ വശീകരിച്ചിട്ടുണ്ട്. അത് തെറ്റാണെന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ, അതിനെ വേണമെങ്കിൽ തമാശയെന്നൊക്കെ അവഗണിച്ച് തള്ളണമെങ്കിൽ, പിന്നീട് അദ്ദേഹം വോട്ടെടുപ്പിൽ സ്വന്തം മുന്നണിക്ക് തന്നെ വോട്ട് ചെയ്യണം, സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം. അത് സംഭവിച്ചിട്ടുമില്ല. അതിനുശേഷം ഒരു അബദ്ധം പറ്റിയതാണെങ്കിൽ വൈസ് പ്രസിഡന്റ് ആ തെറ്റ് തിരുത്താൻ തയ്യാറാവാതെ വൈസ് പ്രസിഡന്റ് ജോർജ് പുടിപ്പാറ, അതാണ് ന്യായമായും ജനങ്ങൾ സംശയിക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ പ്രസിഡന്റിന് ഒരു അബദ്ധം പറ്റിപ്പോയി. ശരി, വൈസ് പ്രസിഡന്റ് പോയിന്റ് കൂടി. ആ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, അങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരാളെ കളം മാറ്റി അയാളെ കൊണ്ട് ഇങ്ങനെ കൂറുമാറ്റിച്ച ഒരു വോട്ട് വാങ്ങി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പിടിച്ചെടുക്കേണ്ട ഗതികേട് ഈ CPM-ന് തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടോ? അതൊന്ന് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നല്ല പ്രകടനമാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും CPM കാഴ്ചവെച്ചിരിക്കുന്നത്. മാത്രമല്ല അതൊരു ബ്ലോക്ക് പഞ്ചായത്താണത്. ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റിന് വേണ്ടി 50 ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറയുന്നതിനകത്തൊരു പൊരുത്തക്കേട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്തിനെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ആ ഗതികേട് ഇല്ലല്ലോ ഈ ജില്ലയിൽ, പ്രത്യേകിച്ചും ഇല്ല. അപ്പൊ പിന്നെ ഇത് എന്തിനാണ് അത്രയ്ക്കൊരു ഒരവസ്ഥ CPM-ന് ഈ ജില്ലയിൽ? പക്ഷെ അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം ഈ ബ്ലോക്ക് പഞ്ചായത്ത് കിടക്കുന്നത് 3 നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസികളിലായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ഒരു UDF-കാരൻ വരിക എന്നുള്ളത് ഒരു രാഷ്ട്രീയമായ താല്പര്യമായിട്ട് കോൺഗ്രസ് കരുതുന്നുണ്ടാവാം. ഞാൻ അതിലേക്ക് വരാം. രണ്ടാം ഘട്ടത്തിൽ നമ്മുടെ മുന്നിൽ ചില തെളിവുകൾ അനിലക്കര നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ചില സൂചനകൾ ഉണ്ടായിരുന്നു, ഒരു കേക്കുമായി വന്നതിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതിലേക്ക് നമ്മൾ തിരികെ വരും.
Debate with Dr. Arun Kumar.